ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോഴേ ഇന്ന് പാളിപ്പോയ വീട്ടിലേക്കാണ് കേട്ടോ എല്ലാവർക്കും സ്വാഗതം പറയുന്നത്. ഒരു വിഷു സ്പെഷ്യലായിട്ടൊരു ഫോട്ടോഷൂട്ട് നടത്താനുള്ള അതിയായ ആഗ്രഹം കാരണം തുടങ്ങിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ അത് എവിടേക്കോ ചെന്നത് നടക്കുമോ നടക്കില്ലയോ എന്ന് വിചാരിച്ച കേട്ടോ മോൻ്റെ ഈ ഭാഗത്തിരിക്കുന്നത്. കാലി കമ്മലും കഴുത്തി മാലയൊന്നുമില്ല. അതെന്താണെന്ന് ഞാൻ പുറകെ പറഞ്ഞുതരാം കേട്ടോ. അപ്പം രാവിലെ എഴുന്നേറ്റ് ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം അമ്മുമ്മ നട്ടു വളർത്തിയ ചെടിയാണെങ്കിലും വീഡിയോ എടുക്കാൻ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആളെന്ന രീതിയിലാണ് ഇന്നത്തെ ഈ വീഡിയോ എടുപ്പ്. അപ്പോൾ ഏതാണ്ടൊരു 7-8 തരം വെറൈറ്റി 10 മണിച്ചെടികളാട്ടോ നമുക്കിവിടെ ഉള്ളത്. ഇതെല്ലാം അമ്മുമ്മയുടെ കളക്ഷനാണ്. പക്ഷേ വീഡിയോ എടുക്കാൻ മാത്രം ഞാൻ അവിടെ ചെല്ലുന്നത്. ഇത് പിന്നെ ആമ്പലും മറ്റേതോ ഒരു ചെടിയാണ്. ഈ കാണുന്ന സ്ഥിരമുള്ള പരിപാടി കേട്ടോ. പിന്നെ അത് ഗപ്പികളെ പിടിക്കുന്നതും അതുപോലെ തന്നെ പായൽ കൈയിട്ട് വരുന്നതും. ചേട്ടൻ വെച്ച് പിടിപ്പിച്ച മാവായി കാണുന്നത്. നിറയെ മാങ്ങ പിടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. പക്ഷേ ഒന്നിച്ചല്ല കേട്ടോ പഴുക്കുന്നത്, ഇടവിട്ടിടവിട്ടാണ് പഴുക്കുന്നത്. പല പരുവമാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് പകരം കാക്കയുടെ നല്ല വോയിസ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യം എന്തായാലും വന്നില്ല. അപ്പം ഇനി ഞാൻ എന്തുകൊണ്ടാണ് കമ്മലും മാലയൊന്നും ഇടാത്തതിൻ്റെ കാര്യം ഇപ്പം പറഞ്ഞുതരാം. ഈ ഒരു സാധനം കുഴച്ച് മുഖത്തിടാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം ഊരി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓട്സിൻ്റെ പൊടിയില്ലേ, അത് നമ്മൾ മിക്സിക്കകത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ആകും. മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടാനും ഒരു ചെറിയ രീതിയിൽ വെളുക്കാനും ഒക്കെ നല്ലൊരു ഫേസ് പാക്ക് കേട്ടോ ഈ കാണുന്നത്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യാറില്ലെങ്കിലും എന്തെങ്കിലും കല്യാണത്തിനോ കാര്യത്തിനൊക്കെ പോകുമ്പം ഇത് സ്ഥിരം ഇടാറുണ്ട്. ആദ്യം മുടിയൊക്കെ ഒന്ന് വാരി വലിച്ച് കെട്ടണം, കാരണം ഈ ഒരു സാധനം ദേഹം മൊത്തമാവും. അപ്പോഴേ വീഡിയോ മാത്രം കാണാതെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ഇത് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആദ്യം ഈ തരി ഉള്ളത് കാരണം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് മുഖത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇത് കഴുകി കളയുന്നേരം നമ്മൾ ഇതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് 100% റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. അങ്ങനെ ഇത് കഴുത്തേലും പിൻകഴുത്തേലും ഒക്കെ തേക്കുന്നുണ്ട്. പൊതുവെ ബ്യൂട്ടി പാർലറിലും പുട്ടിയൊന്നും ഇടാത്ത കാരണം ഇതൊക്കെ കേട്ടോ സ്ഥിരം എൻ്റെ പരിപാടി. അങ്ങനത്തെ നമ്മൾ കയ്യിൽ വീട്ടിൽ പറഞ്ഞ ക്രീം പറ്റിട്ടുണ്ട് രോമം പോകാനായിട്ട്. അപ്പം അതൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കാം. ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാത്ത സാധനമാണ് കേട്ടോ. ആകെപ്പാടെ ചെയ്തത് കല്യാണത്തിനെങ്ങാണ്ടാണ്. പിന്നെ ഇപ്പോഴാണ്. അങ്ങനെ നമ്മുടെ മുഖമൊക്കെ ഉണങ്ങി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകിയെടുക്കണം. അപ്പോൾ കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം കാണാൻ ഭംഗിയൊന്നും ഇല്ലെങ്കിലും കുറച്ച് കഴിയുമ്പം വലിയ കുഴപ്പമില്ലാതെ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമ്മുടെ ഊരി വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മണി 12 ആകാൻ പോകുന്നു. ഇപ്പോഴാട്ടോ ഫുഡ് കഴിക്കുന്നത്. രാവിലത്തെ 3:30 വരാമെന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ കേട്ടോ. എത്തുമോ ഇല്ലയോ എന്നൊന്നും എനിക്കൊരു പിടിയും കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലും അപ്പച്ചിയെ കാണാത്തതിൻ്റെ കാരണം അപ്പച്ചിയാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നത്. അപ്പോൾ അപ്പച്ചിയെ കാണാത്തതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. 3:30 വരുമെന്ന് പറഞ്ഞ് 12 മണിയായിട്ടും അപ്പച്ചിയെ കണ്ടില്ല. ത്രെഡ് മുതൽ തുടങ്ങണം കേട്ടോ. അപ്പം ഇതാ നമ്മുടെ ഡ്രസ്സ്, നീല സെറ്റും മുണ്ടും പിന്നെ അതിന് ചേർന്ന ബ്ലൗസും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീട്ടിൽ ഇരുന്ന കുറേ പഴയ മഞ്ചാടി എടുത്ത് കഴുകി വെയിലത്തിട്ടേക്കാണ് ഈ കാണുന്നത്. മണി 2 ഇപ്പോഴാണ് കേട്ടോ അപ്പച്ചി വന്നത്. അപ്പോൾ ആ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത് ഡേ ഇൻ ലൈഫ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പാളിപ്പോയ വീഡിയോസാണ്. ഇത്രയും കഷ്ടപ്പെട്ടെടുത്തിയല്ലേ എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെറിയ രീതിയിൽ ഇത് മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏറെക്കുറെയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനൊന്നും അല്ലായിരുന്നു ഈ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ അത് നടന്നില്ല. അങ്ങനെ നമ്മളിത് റെഡിയായിട്ട് നമ്മുടെ അപ്പച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം വീട്ടിൽ വെച്ചായിട്ട് നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തുന്നത്, പുറത്തെങ്ങും വെച്ചല്ല. അപ്പം 3:30 വരാമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. എങ്കിൽ പിന്നെ കുറച്ച് പോസും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. 8-ാം തീയതി എടുത്ത വീഡിയോസ് കേട്ടോ ഇതൊക്കെ.
പിന്നെ വിഷുവിന് ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. ഇതുവരെ ആയിട്ടും എൻ്റെ ഫോട്ടോ ഇങ്ങ് എത്തിയിട്ടില്ല. ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ആ ഒരു വെപ്രാളത്തിനിടയ്ക്ക് ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും തുടർന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.